ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി അനിയന് വയ്യെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പറന്നെത്തിയിട്ടോ. അവിടെ വന്നു. എന്ത് പറ്റിയതാ മോനേന്ന് ചോദിച്ചു. ബൈക്കേന്ന് വീണതാണെന്ന് പറഞ്ഞു. ഫ്രണ്ടിൻ്റെ ബൈക്കേന്ന് വീണതാണെന്ന് പറഞ്ഞു. പിന്നെ അനിയന് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ സാധനം മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോയി. ഈ സമയത്താണെങ്കിലും അവിടെ അമ്മയും അനിയത്തിയും ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും. അവനാണെങ്കിലും ഭയങ്കര വേദനയും കാര്യങ്ങളും. അതിനുശേഷം പിന്നെ എക്സ്റേ എടുക്കാനൊക്കെ ആയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി. എക്സ്റേ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കയ്യിൽ ബാൻഡേജ് ഒട്ടിക്കും മറ്റും ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. അപ്പോഴും വേദന കൊണ്ട് നമ്മുടെ ശരത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ശരത്തിന് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരത്തിൻ്റെ ഈ ഒരു വേദന ഉള്ള ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അമ്മ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ രേവതി കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എക്സ്റേ എടുക്കാൻ കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ കയറ്റിയെന്നും പറഞ്ഞു. അപ്പോൾ അനിയനോട് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട ചേച്ചി, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ഭയങ്കര വേദനയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇച്ചിരി കഴിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക രേവതി. അതുപോലെ തന്നെ അമ്മയാണെങ്കിലും ദേവുവാണെങ്കിലും ഒക്കെ ശരത്തിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, കഴിക്കുമെന്നും പറഞ്ഞു. പക്ഷേ കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവർ 3 പേരും അവിടെ ഉണ്ട്. അപ്പോൾ എക്സ്റേയും കാര്യങ്ങളും സ്കാനിങ് ഇതൊക്കെ എടുത്തതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡോക്ടർ വന്നത്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടറെ, എൻ്റെ മോൻ്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട് അമ്മ ഭയങ്കര പേടിയോടുകൂടി ചോദിച്ചു. അപ്പോൾ രേവതിയും ചോദിച്ചു, എന്താ ഡോക്ടറെ, എന്താ കാര്യം തുടങ്ങിയതൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ എങ്ങനെ വീണതാണെന്നാണ് പറഞ്ഞത് എന്ന് ഡോക്ടർ ചോദിച്ചു. അത് ഞാൻ ബൈക്കേന്ന് വീണതാണെന്ന് പറഞ്ഞു. ഇത് ബൈക്കേന്ന് വീണ ഒരു ഒടിവായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. കൈക്ക് ഒടിവുണ്ട്. ബൈക്കേന്ന് വീഴുമ്പോൾ സംഭവിക്കുന്നതായിട്ടല്ല തൻ്റെ കൈക്ക് സംഭവിച്ചിരിക്കുന്നതും. ഇത് ബലമായിട്ട് എന്തോ ഒന്നെങ്കിൽ ആരെങ്കിലും പിടിച്ചൊടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ശക്തിയായിട്ട് കൈ ഇങ്ങനെ ഒരു സ്പോട്ടിൽ ചെന്ന് ഇടിച്ചതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. കൈ വട്ടം കയറി അടിച്ചതൊക്കെ ആയിരിക്കാം. ഒരിക്കലും ബൈക്കിൽ നിന്ന് വീണ ഒരു ഇതൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആകെ ഒരു ഇതുപോലെ രേവതിക്കും അമ്മയ്ക്കും അനിയത്തിക്കും. അപ്പോൾ ശരത്ത് നുണ പറയുന്നതാണെന്ന് മനസ്സിലായല്ലോ. ഇവരാണെങ്കിലും ആകെ ഇതായിട്ട് നിൽക്കുക. എന്തായാലും കൈക്ക് നല്ല കാര്യമായിട്ട് തന്നെ പറ്റിയിട്ടുണ്ടെന്നും ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള കാര്യം പറയുവാണ്. പിന്നെ ഈ കൈ ഓക്കെ ആവാൻ കുറച്ച് ദിവസം എടുക്കും എന്ന കാര്യം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും രേവതിക്കും ദേവുവിനും ആകെ ഒരു ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ശരിയാവത്തില്ലേ ഡോക്ടറെ, എൻ്റെ മോൻ്റെ കൈ ശരിയാവത്തില്ലേ ഡോക്ടറെ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ. അപ്പം ശരിയാകാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് ടൈം എടുക്കും എന്ന് പറയാം. അപ്പം നല്ലപോലെ കൈ നോക്കണമെന്നും പിന്നെ കൈ അനക്കാതെ വെക്കണമെന്നും റെസ്റ്റ് എടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവർ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങ് പോയിട്ട് ഇവരിങ്ങനെ ശരത്തിനെ തന്നെ ഇങ്ങനെ നോക്കുക. പറ ശരത്തെ, എന്താ നിനക്ക് പറ്റിയേ? നീ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞേ? നിൻ്റെ കൈക്ക് എന്താ പറ്റിയേ? നിന്നെ ആരെന്താ ചെയ്തേ? ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ടേ. അപ്പോഴും ശരത്തൊന്നും മിണ്ടുന്നില്ല. ഈ സമയത്ത് ഞാൻ സച്ചേട്ടനെ വിളിക്കാം. സച്ചേട്ടൻ ചോദിച്ചാൽ അവൻ പറയും. സച്ചേട്ടനോട് അവൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുമ്പോൾ സച്ചേട്ടനെ വിളിക്കണ്ടേ ചേച്ചി എന്ന് പറഞ്ഞു. അതെന്താ സച്ചേട്ടനെ വിളിച്ചാൽ എന്തിപ്പേന് നീ ഞങ്ങളോട് കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശരത്ത് പറഞ്ഞു, അത് സച്ചേട്ടനെ എൻ്റെ കൈ പിടിച്ച് ഒടിച്ചേ എന്ന് പറയുക. അത് കേട്ടപ്പോഴത്തേക്ക് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും വാ പൊത്തി. സച്ചി പിടിച്ച് കൈ ഒടിക്കേ? എന്താ ഇത് സംഭവം എന്ന് ഇവർക്ക് മനസ്സിലാകും. നീ എന്തൊക്കെയാ ശരത്ത് ഈ പറയുന്നത്? സച്ചിയേട്ടനോ? അതെ ചേച്ചി, നിങ്ങൾ വിഷമിക്കുമെന്ന് ഓർത്താ ഞാൻ പറയാതിരുന്നേ. സച്ചിയേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കി. അത് തടയാൻ ചെന്നപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഒടിച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിതല്ലേ കേട്ടേക്കുന്നത്. ഇതിന് മുന്നേ എന്താ നടന്നതെന്നും ഇവൻ എന്തിനു വേണ്ടിയാണ് പോയതെന്നും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ രേവതിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഒരിത്. മോളെ രേവതി, സച്ചി ഇങ്ങനെ ചെയ്യുമോ മോളെ എന്ന് ചോദിച്ച അമ്മ. അപ്പോൾ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതായിരിക്കും ശരത്തെ. നീ സച്ചേട്ടനെ പറ്റി തന്നെയാണോടാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചേട്ടന് ഒരു കയ്യബദ്ധവും പറ്റിയതല്ല, സച്ചേട്ടൻ മനഃപൂർവ്വം എൻ്റെ കൈ പിടിച്ച് ഒടിച്ചതാണെന്ന കാര്യം പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് ഇല്ലാത്ത കഥയെല്ലാം കൂടെ രേവതിയെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ശരത്ത് പറയുന്നതാണല്ലോ ഇവർക്ക് വിശ്വാസം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി നിൽക്കുമോ? രേവതിക്ക് ഇപ്പം തന്നെ സച്ചിയെ കാണണമെന്നായി. സച്ചേട്ടനെ കണ്ട് ഇതിൻ്റെ വാസ്തവം ചോദിക്കണമെന്നുള്ളതായി. എന്നിട്ട് സച്ചിയെ കാണണമെന്നുള്ള ഒറ്റ ഒരു ഇതിൽ നമ്മുടെ രേവതി അങ്ങ് പോവുക. ഇതിന്ന് സച്ചേട്ടനോട് ചോദിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മോളെ രേവതി, നീ പോവണ്ട, സച്ചിയോട് ഇതൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുക. സച്ചിയേട്ടൻ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ശരത്തിനോട് ചെയ്തതെന്ന് എനിക്കറിയണം. സച്ചിയേട്ടൻ ശരത്തെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അങ്ങനെയുള്ള സച്ചിയേട്ടൻ എന്തിനു വേണ്ടിയാണ് ശരത്തിനെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയണം. എനിക്ക് അറിഞ്ഞേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഇതായിട്ട് പറയുക. രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ദേവും പറഞ്ഞു, ചേട്ടൻ എന്തിനാ അത് ചെയ്തതെന്ന് അറിയണോ അമ്മേ? അറിയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, ചേച്ചി പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി നേരെ
സ്റ്റാൻഡിലേക്ക് പോകും. അപ്പോൾ സച്ചി ആണെങ്കിൽ അവിടെ ആൽമരച്ചോട്ടിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര പവർഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണത്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ പിടിവിടാന്നിങ്ങനെ ഒഴുകിക്കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ രേവതി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നീ ഇത് എവിടെ പോയതാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു. എനിക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ സച്ചേട്ടാന്ന് പറഞ്ഞു. നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ കട തുറന്നില്ലേ, സച്ചേട്ടൻ എന്തിനാ എൻ്റെ അനിയൻ്റെ കൈ പിടിച്ചോടിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ, കൈ പിടിച്ചോടിക്കുക ഞാനോ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് സച്ചി അന്നേരം തിരിച്ചു ചോദിക്കാം. എൻ്റെ മുന്നിൽ ഇനി ഒളിക്കാൻ നോക്കണ്ട, ഒന്നും മറച്ചു വെക്കാനും സച്ചേട്ടൻ നോക്കണ്ട, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. നീ എന്തറിഞ്ഞെന്നാ ഈ പറയുന്നത്, സച്ചേട്ടൻ എന്തിനാ അവൻ്റെ ഫ്രണ്ടിനെ ഉപദ്രവിക്കാൻ പോയത്, അത് തടയാൻ വന്ന അവൻ്റെ കൈ എന്തിനാ സച്ചേട്ടൻ പിടിച്ചോടിച്ചത്. രേവതി, അത് ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാൻ പറയുമ്പോൾ സച്ചി പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട. എങ്കിലും സച്ചേട്ടനിൽ നിന്നും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ കുടുംബം സച്ചേട്ടൻ്റെ കുടുംബമാണെന്നും എൻ്റെ അമ്മയും സഹോദരങ്ങളും സച്ചേട്ടൻ്റെ സഹോദരങ്ങളാണെന്നും പറഞ്ഞു നടന്നതൊക്കെ വെറുതെ ആയിരുന്നല്ലേ. സച്ചേട്ടൻ വീണ്ടും തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങിയല്ലേ, അതും ശരത്തിൻ്റെ നേരെ തന്നെ വേണമായിരുന്നു സച്ചേട്ടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രേവതി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പറഞ്ഞിട്ട് സച്ചി പറയുന്നത് ഒന്നും കേൾക്കാൻ രേവതി തയ്യാറായില്ല. അത് പിന്നെ രേവതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സച്ചി അത് കേൾക്കാറില്ലല്ലോ. പറയുന്നതിന് മുന്നേ വാളെടുക്കലാണല്ലോ സച്ചിയുടെയും പണി. അതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ രേവതി അങ്ങ് ചെയ്തു. സച്ചിക്ക് പറയാനുള്ള അവസരം രേവതി കൊടുത്തില്ല. ഇനി സച്ചേട്ടനൊന്നും എൻ്റെ മുന്നിൽ കൂടുതൽ പറയണ്ട, ശരത്ത് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പോവുക. രേവതി നീ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്ക് മഹേഷ് വന്നിട്ട് ചോദിച്ചു, എന്താടാ സച്ചി പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവൻ്റെ കൈ പിടിച്ച് ഒടിച്ചെന്നാണ് അവൻ അവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി മഹേഷിനോട് പറയാം. അപ്പം അവൻ ചെയ്തതൊന്നും അവൻ വീട്ടിൽ പറഞ്ഞില്ലല്ലേ എന്നും ചോദിച്ചു. ഇല്ലെന്നാണ് തോന്നുന്നത്, രേവതി അതിൻ്റെ ആ ഒരു ഷോക്കിലാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ല്, ഇനിയിപ്പോൾ രേവതിയോട് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലാതെ നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കും കാര്യങ്ങളൊന്നും ആകരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞ് രേവതി വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക, മരവിച്ച ഒരു അവസ്ഥയിൽ. ഈ സമയത്താണ് ചന്ദ്രമതി രേവതിയെ മൂപ്പിക്കാനായിട്ട് ചെന്ന് കയറുന്നത്. ചന്ദ്രമതിക്ക് നന്നാവുമോ, അത് നന്നാവാനൊന്നും പോണില്ല. ചന്ദ്രമതിയെ തൂക്കിയെടുത്ത് ഉത്തരത്തേലിരുത്തി രേവതി. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ രേവതി തള്ളേക്കിട്ട് നേരെ 2 ചാട്ടം പേടിച്ച് വരച്ച് തള്ളെ അങ്ങ് പോയി. ഇവയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്നുള്ളൊരു രീതിയിൽ, എന്നെക്കൊണ്ട് ഭ്രാന്ത് പിടിപ്പിക്കരുത് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. തള്ളയ്ക്ക് ശരിക്കും പേടിയായി. തള്ളയാണ് ഇനി വിളങ്ങാനും എൻ്റെ തലയിൽ കറച്ചട്ടി എടുത്ത് അടിച്ചാലോ എന്നുള്ള പേടിയിൽ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ, നമുക്ക് ബാധ കൂടിയിരിക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി വീണ്ടും വീട്ടിലേക്ക് വന്നു. സച്ചി വീട്ടിലേക്ക് വന്ന് രേവതിയോട് കാര്യം പറയാൻ ചെല്ലും അടുക്കളയിലേക്ക്. അപ്പോഴത്തെ രേവതി സച്ചിയെ കണ്ടപ്പോഴത്തേക്കും, എന്നോട് മിണ്ടരുതൊന്ന് പോയി തരാവോ എന്നും ചോദിച്ചുകൊണ്ട് കൈ കൂപ്പി ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക. രേവതിയോട് സച്ചി പറഞ്ഞു, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനെങ്കിലും നീ ഒന്ന് മനസ്സ് കാണിക്കുക രേവതി, ഒന്ന് കേൾക്ക് രേവതി എന്ന് പറയുമ്പോൾ, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ജീവിച്ച് എനിക്കിത് തന്നെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചതും നിങ്ങളെപ്പറ്റി ഞാൻ അറിഞ്ഞതെല്ലാം തെറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക. പോയി തരാവോ, എനിക്കൊന്നും കേൾക്കണ്ടെന്നും ഇങ്ങനെ പറഞ്ഞ് സച്ചിയെ അവിടെ നിന്ന് രേവതി പറഞ്ഞു വിടുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലാക്കി സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു. സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. കരഞ്ഞുകൊണ്ട് വന്നിട്ട് അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ വഴക്കോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലായി. ചന്ദ്രമതിക്ക് അന്നേരം അതങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ബോധിച്ചു. അപ്പോൾ ഇവനുമായിട്ട് എന്തോ പ്രശ്നം അവൾക്കുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവൾ എൻ്റെ നേരെ ചാടിക്കടിച്ചത്. രണ്ടിൻ്റെ സ്നേഹമൊക്കെ പോയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി ഇവർ രണ്ടുപേരും ഒന്നിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി അത് മനസ്സിൽ കുശുമ്പും കുന്നായ്മയും ദുഷ്ടതയും ക്രൂരതയും ഒക്കെ വിചാരിച്ച് ഒറിജിനൽ അമ്മായിമ്മയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ രേവതിയാണെങ്കിൽ മുറിയിലേക്ക് ചെല്ലുമ്പോഴും സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ രേവതി അപ്പോഴും ഒഴിഞ്ഞു മാറിപ്പോവുക സച്ചിയിൽ നിന്ന്. കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഒന്നിന് രേവതി നിൽക്കുന്നില്ല. സച്ചി ചെല്ലുന്നിടത്തു നിന്നെല്ലാം രേവതി നൈസായിട്ട് ഇങ്ങനെ ഒഴിവായി മാറുവാണ്. സച്ചിക്കാണെങ്കിലോ ഒന്നും പറയാനൊരവസരവും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ രേവതി പെട്ടെന്ന് അങ്ങ് മൂഡ് ഓഫ് ആയി. വീട്ടിൽ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ അന്നേരം രേവതിയോട് ചോദിച്ചു, എന്താ പറ്റി മോളെ, മോക്ക് എന്തോ ഒരു വിഷമം പോലെയെന്ന്. അന്നേരം നമ്മുടെ ശരത്തിന് സംഭവിച്ച കാര്യങ്ങൾ, അതായത് ശരത്തിന് വയ്യ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരത്തിന് എന്താ പറ്റിയ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ
ശരത്തിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് പറയാം. അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അതിനേക്കാളും വലിയ സന്തോഷം. അവക്കടെ ആങ്ങളുടെ കൈ ഒടിഞ്ഞു, നല്ല കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ആ ഒരു ഇതിൽ പറയാം. അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ അതും ഇതും കൂടെ എല്ലാം കൂടെ ആയപ്പോൾ ബമ്പർ ലോട്ടറി അടിച്ച ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ചന്ദ്രമതി നടക്കുന്നത്. വേറൊന്നുമല്ല, ചന്ദ്രമതിക്ക് എന്താണോ കേൾക്കണമെന്ന് ചന്ദ്രമതി ഇത്രയും കാലം ആഗ്രഹിച്ചത് അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ കല്ലുകടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അറിയാം. പിന്നെ രേവതിയുടെ അനിയൻ്റെ കൈ ഒടിഞ്ഞു, പിന്നെ അവർക്ക് ദുരിതമായി, ദുഃഖമായി. ഇതൊക്കെ ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി പിന്നെ അമ്മയെ വിളിക്കുന്നു, ദേവുവിനെ വിളിക്കുന്നു, ശരത്തിൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നു, ശരത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് ആൻ്റണി കൈ ഒഴിഞ്ഞതാണ്. പിന്നെ ആൻ്റണി നമ്മുടെ ശരത്തിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങേർക്ക് വേണ്ടിയാണ് സച്ചിയുടെ നെഞ്ചിൽ ഇവൻ കൈ വയ്ക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ രേവതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താ? അത് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഒരു പരിധിയിൽ കൂടുതൽ ശരത്തിനെ കുറ്റം പറഞ്ഞതുമില്ല. അങ്ങനെ ആ ഒരു സംഭവവും ഇതെല്ലാം ഇങ്ങനെ അവിടെ നടക്കുക. അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവിടെ കഴിഞ്ഞപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിയുടെ അടുത്തുനിന്ന് കിടപ്പ് പോലും മാറ്റിക്കളഞ്ഞു. എന്നിട്ട് സച്ചി ഇങ്ങനെ രേവതിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര തലയെടുപ്പോടു കൂടി, ഇങ്ങനെ ഭയങ്കര കലിപ്പോടു കൂടി, ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി സച്ചിയെ കൊല്ലാനുള്ള കലിപ്പിലൊക്കെ ഇങ്ങനെ രേവതി നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും ഇടയിൽ സന്തോഷം ഇനി കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണോ, അടിയും തല്ലും പിടിയും. അതുപോലെ തന്നെ സത്യം അറിയുന്നത് വരെ രേവതി സച്ചിയെ ഒരു അന്യനായിട്ട് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യും. ഇപ്പം ദേവുവിനും അതുപോലെ അമ്മയ്ക്കും സച്ചിയോടുള്ള ആ ഒരു മനോഭാവത്തിലും മാറ്റം വന്നു. ഒരു ദേഷ്യം. കാരണം മകൻ പറഞ്ഞ നുണ കേട്ടിട്ടാണല്ലോ അവർ ഇത് വിശ്വസിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് സച്ചി പറഞ്ഞതുമില്ല. ആ അമ്മയ്ക്ക് ആ മകനെ പറ്റിയുള്ള പ്രതീക്ഷകൾ വെച്ചുള്ള സംസാരം കൂടെ കേട്ടുകൊണ്ടാണ് സച്ചി അതൊന്നും പറയാതിരുന്നത്. അപ്പോൾ എന്തായാലും പറയാതിരുന്നത് സച്ചിക്ക് വലിയ വിനയായി പോയൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇനിയുള്ള കഥ അങ്ങ് വരാൻ പോണത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് അക്കാദമി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.